ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത് 2-3 നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് നമ്മുടെ മിൽമയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് നമ്മുടെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. പിന്നെ റീസെൻ്റായി ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കണ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്ത് ജോയിൻ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ISRയുടെ എക്സാം ഡേറ്റുമായി ബന്ധപ്പെട്ടും അതുപോലെ മറ്റു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ മെമ്പേഴ്സ് ഓൺലി ആയിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇത് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ്. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നു വേണ്ട, ഡയറക്റ്റ് വാക്ക് ഇൻ സെലക്ഷന് നിങ്ങൾ പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ നിങ്ങൾക്കിവിടെ കാണാം കാസർഗോഡ് ജില്ല. ഓക്കെ, കാസർഗോഡ് ജില്ലാ കാര്യാലയത്തിലേക്കാണ് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസിനെയാണ് അതിലേക്ക് വേക്കൻസി വന്നിരിക്കുന്നത്. അത് കേരള ഈ പറയുന്ന നമ്മുടെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കാസർഗോഡ് ജില്ലാ കാര്യാലയത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ വേക്കൻസി നമുക്ക് വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ കാര്യാലയത്തിലേക്കാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്ന വെന്യൂ ആണ്, അഡ്രസ്സും കൂടെ കാണാം. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ കാര്യാലയം ഇവിടെ കാണാൻ നിങ്ങൾക്ക് കാസർഗോഡ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം. ഇതാണ് ഫുൾ അഡ്രസ്സ്. ഓക്കെ, ഇനി ഫോൺ നമ്പർ അടക്കമുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു അഡ്രസ്സിൽ, ഈ ഒരു വെന്യൂവിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് കേട്ടോ. എത്തിച്ചേരേണ്ട ഡേറ്റ് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 21/8/2026 അതായത് ഓഗസ്റ്റ് 21 ഇതിൻ്റെ ആ ഒരു വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള പ്രായപരിധി 28 അപ്ലൈ ചെയ്യേണ്ട വിദ്യാഭ്യാസ യോഗ്യത ബിടെക് ആണ്. നിങ്ങൾക്ക് സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ബിടെക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സിവിൽ ബിടെക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കെമിക്കലിലോ അല്ലെങ്കിൽ ഈ പറയുന്ന എൻവയോൺമെൻറ്റിലോ അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ബിടെക് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിലവിൽ 2 വേക്കൻസിയാണ്. ഇതിൻ്റെ പ്രതിമാസ സ്റ്റൈപ്പൻഡ് എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപയാണ് മന്ത്ലി. ഓക്കെ, പരിശീലന കാലയളവ് 1 വർഷത്തേക്കാണ് അത് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നിങ്ങൾ ഒറിജിനലും വേണം, അതിൻ്റെ തന്നെ സ്വയം നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ അതായത് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള 2 കോപ്പി നിങ്ങൾ എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ വെക്കണം. പിന്നെ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വെക്കാവുന്നതാണ്, നിർബന്ധമില്ല. ഇതൊക്കെ ആയിട്ട് നമ്മൾ ഈ പറയുന്ന കാസർഗോഡ് ജില്ലാ കാര്യാലയത്തിൽ നമ്മൾ എത്തിച്ചേരുക. അതായത് ഇതാണ് അഡ്രസ്സ്, ഇതാണ് നമ്മുടെ വെന്യൂ. ഓക്കെ, ഞാൻ ഈ പറയുന്ന ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് കേട്ടോ. ഓക്കെ, എത്തിച്ചേരേണ്ട ഡേറ്റ് 21/8/2026 അതിന് മുൻപ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നിങ്ങൾ ആ സമയത്ത് നിർദ്ദിഷ്ട സമയത്ത് നമ്മൾ അവിടെ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ബോർഡിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസായി മുൻകാലങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതായത് മുൻപ് നിങ്ങൾ അപ്രൻറ്റീസായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്തവരാണെങ്കിൽ കൂടെയും നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അല്ലാത്തവർക്കും ചെയ്യാം, മുൻപ് ചെയ്തവർക്കും അപ്ലൈ ചെയ്യാം, യാതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡിൻ്റെ തന്നെയാണ്, നമ്മുടെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇതും വാക്കിൻ ഇൻ്റർവ്യൂ തന്നെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്കിവിടെ കാണാം കാസർഗോഡ് ജില്ലാ കാര്യാലയത്തിലേക്കാണ് നിലവിൽ വേക്കൻസി വന്നിരിക്കുന്നത്. ഇതും പോസ്റ്റ് ഗ്രാജുവേറ്റ് സയൻറ്റിഫിക് അപ്രൻറ്റീസിനെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അടിസ്ഥാന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MSc ആണ് വേണ്ടത്. അപ്പോൾ MSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, MSc മൈക്രോബയോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, MSc എൻവയോൺമെൻറ്റൽ സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ 50% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. MScയിൽ നിങ്ങൾക്ക് 50% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 19 മാക്സിമം 32 വയസ്സ് വരെ അപ്ലൈ പറ്റും. നിങ്ങൾ എത്തിച്ചേരേണ്ട അതായത് വാക്ക് ഇൻ ഇൻ്റർവ്യൂവിന് നിങ്ങൾ എത്തിച്ചേരേണ്ട സ്ഥലം ഇതാണ്, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണങ്ങൾ. നിങ്ങൾക്കവിടെ കാണാം, ഫോൺ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെന്യൂവിലാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വേക്കൻസിയേ ഉള്ളൂ, പക്ഷേ നമുക്ക് പരിശീലന കാലയളവ് 3 വർഷം വരെയാണ്. അപ്പോൾ പ്രതിമാസ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് 10,000. അപ്പോൾ ആദ്യത്തെ വർഷം നിങ്ങൾക്ക് മന്ത്ലി 10,000, രണ്ടാമത്തെ വർഷം നിങ്ങൾ തുടരുകയാണെങ്കിൽ മന്ത്ലി 12,000, മൂന്നാമത്തെ വർഷം 13,000 ലഭിക്കുന്നതാണ്. ഇതിൻ്റെ വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 21/8/2026 2 PM ആണ് കേട്ടോ ടൈം. ഓക്കെ, 21
21 നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും ഒക്കെ നിങ്ങൾ കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ 2 കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി ഇതിൻ്റെ എല്ലാം വേണം എന്നുള്ളതാണ്. പിന്നെ മുൻപരിചയം എന്തെങ്കിലും ഉണ്ട് അതും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കൊണ്ടുപോകാവുന്നതാണ്. എന്തെങ്കിലും എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിർബന്ധമില്ല, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ ബോർഡിൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് സയൻറ്റിഫിക് അപ്രൻറ്റീസായി മുൻകാലങ്ങളിൽ നിങ്ങൾ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർക്കും തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മറ്റോടത്ത് നമുക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന അപ്രൻറ്റീസായിട്ട് നിങ്ങൾക്ക് സേവനം അനുഷ്ഠിച്ചുള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ്. പക്ഷേ നമുക്കിവിടെ അപേക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പം മുൻപ് നിങ്ങളിതുപോലെ ഈ പറയുന്ന സയൻറ്റിഫിക് അപ്രൻറ്റീസായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് വോക്ക് ഇൻ്റർവ്യൂ മിൽമയുടേതാണ്. ഓക്കെ, അപ്പോൾ മിൽമയുടേത് നമുക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കവിടെ കാണാം, മിൽമയുടെ കൊല്ലം ഡയറിയിലേക്കാണ് താഴെ പറയുന്ന ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എനി ഡിഗ്രിയാണ്. ഓക്കെ, അതായത് റെഗുലറായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലൊരു ഡിഗ്രി ഉണ്ടായിരിക്കും, അതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ എക്സ്പീരിയൻസ് മിനിമം ഉണ്ടായിരിക്കണം, 2 ഇയർ എക്സ്പീരിയൻസ് വേണം. മാർക്കറ്റിംഗ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഒരു എക്സ്പീരിയൻസ് 2 വർഷം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു വേക്കൻസിയാണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സാലറി 23,000 പെർ മന്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പ്രായം 1/1/2026 കണക്കാക്കി മിനിമം 18 മാക്സിമം 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ SC/ST ആണെങ്കിൽ 5 വർഷം, OBC എക്സ് സർവീസ് മാനവർക്കൊക്കെ 3 വർഷം വയസ്സിലൊക്കെ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ നടക്കുന്ന തീയതി സമയം എന്ന് പറയുന്നത് 11/8/2026 ഓഗസ്റ്റ് 11 ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഇതിലേക്കും വാക്ക് ഇൻ ഇൻ്റർവ്യൂ തന്നെയാണ്. ഡയറക്റ്റ് നിങ്ങൾ 11/8/2026 എത്തിച്ചേരേണ്ടത്. രാവിലെ 10 to 12:30 ഇൻ്റർവ്യൂ നടക്കുന്ന വെന്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ഥലം കാണാൻ കൊല്ലം ഡയറി കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കൊല്ലം ജില്ലയിൽ നിങ്ങൾക്ക് ഡയറി കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ഇൻ്റർവ്യൂ നടക്കുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത അതൊക്കെ തെളിയുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളും, ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതിൻ്റെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോ കോപ്പിയൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ പറയുന്ന കൊല്ലം ഡയറി കോൺഫറൻസ് ഹാളിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് നേരിട്ട് എത്തുക എന്നുള്ളതാണ് ഈ തീയതി 11/8/2026 കേട്ടോ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ. ഇനി അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ്റെ ഏതെങ്കിലും യൂണിറ്റിൽ 2 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തിട്ടുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ 2 വർഷം ഈ പറയുന്ന തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതിൽ പങ്കെടുക്കാൻ നിങ്ങൾ യോഗ്യരല്ല കേട്ടോ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, പങ്കെടുക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 4 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ എന്താണ് അങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാമെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ഒഴിവുള്ള ഡ്രൈവർ ഗ്രേഡ് 1 പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ 179 ദിവസത്തേക്കോ അല്ലെങ്കിൽ പ്രസ്തുത തസ്തികയിൽ പ്രൊമോഷൻ വഴി എന്താണ് പോസ്റ്റിംഗ് നടക്കുന്നത്, ഏതാണോ ആദ്യം നടക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. ചിലപ്പോൾ 129 ദിവസം നമുക്ക് തുടർന്ന് പോകാൻ പറ്റും. ചിലപ്പോൾ അതിന് മുൻപ് പ്രൊമോഷൻ സംഭവിച്ച ആളുകൾ അവിടെ വന്നിട്ട് അതായത് പെർമനൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഏതാണോ ആദ്യത്തെ ഡേറ്റ് എന്നാൽ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ തൊഴിലിൻ്റെ കാലയളവ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ താൽക്കാലിക നിയമനമാണ്. അപ്പോൾ ഇതിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത്. ഡ്രൈവർ ഗ്രേഡ് 1 നിങ്ങൾക്കിവിടെ കാണാം, 2 വേക്കൻസി ഉണ്ട്. 7ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത. രണ്ടാമതായിട്ട് കാറുകൾക്കും അതുപോലെ തന്നെ ജീപ്പുകൾക്കൊക്കെ അംഗീകൃതമായ നിലവിലുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രായപരിധി 1/1/2026 കണക്കാക്കി 20-നും 36-നും ഇടയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിവിടെ 179 ദിവസമാണ് ഇതിൻ്റെ കാലാവധി. പോസ്റ്റിംഗ് എന്ന് പറയുന്നത് 770 രൂപയാണ് പെർ നമ്മുടെ ഡെയിലി വേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കേണ്ട ഡേറ്റ് 10/8/2026 രാവിലെ 10 മണിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമാനുസൃതമായ വയസ്സുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. താല്പര്യമുള്ള ഹിന്ദുക്കളായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ, മറ്റുള്ള മതത്തിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഹിന്ദുക്കളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രേഖകൾ, ID പ്രൂഫ് എന്നിവയൊക്കെ ഒറിജിനലും അതിൻ്റെ കോപ്പിയൊക്കെ സഹിതം ഈ പറയുന്ന അന്നേ ദിവസം, അതായത് ഡേറ്റ് 10/8/2026 ഓഗസ്റ്റ് 10 നിങ്ങൾ എത്തിച്ചേരണം. ഓക്കെ, അപ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്, കൂടിക്കാഴ്ചയ്ക്ക് പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് 1 മണിക്കൂർ മുമ്പ് എത്തിച്ചേരേണ്ടതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഡേറ്റ് 10/8/2026 10 മണിക്കാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു 9 മണിക്കൊക്കെ തന്നെ അവിടെ എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എത്തിച്ചേരേണ്ടത് എവിടെയെന്ന് വെച്ചാൽ ഗുരുവായൂർ ദേവസ്വം ഓഫീസിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. അവിടെയാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ജസ്റ്റ് ഞാനത് ക്ലോസ് ചെയ്യുന്നു. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ തന്നെയാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. സിവിൽ നിങ്ങൾക്കിവിടെ കാണാം.
സിവിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. പ്ലംബർ തസ്തികയിലേക്കാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം താൽക്കാലിക നിയമനമാണ് നടത്തുന്നത്. ഇതിലേക്കും ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ വെച്ച് തന്നെയാണ് വോക്കിൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് വോക്കിൻ ഇൻ്റർവ്യൂവിന് പോവുകയാണ് വേണ്ടത്. അപ്പോൾ പ്ലംബർ ഒരു വേക്കൻസി, 10ാം ക്ലാസ് ആണ് അപേക്ഷ നൽകാനുള്ള യോഗ്യത. അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ് അംഗീകരിച്ച IT അല്ലെങ്കിൽ ITC, ഈ പ്ലംബർ ട്രേഡിലുള്ള IT അല്ലെങ്കിൽ ITC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1/1/2026 കണക്കാക്കി 18 to 36 ഇടയിലുള്ള പ്രായപരിധി, 179 ദിവസമാണ് പോസ്റ്റിംഗ് കാലാവധി. ദിവസവേതനം നിങ്ങൾക്ക് 770 കിട്ടും. പിന്നെ നമ്മൾ ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് 10/8/2026. നിങ്ങളുടെ കൂട്ടുകാരെ കണ്ട മാക്സിമം നിങ്ങൾ അയച്ചു കൊടുക്കും. ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ സംവരണ വിഭാഗത്തിലുള്ളവർക്ക് മറ്റുള്ളവർക്ക് വയസ്സിളവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ, ID പ്രൂഫ്, ഇതൊക്കെ ആയിട്ട് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹാജരാകണം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന ഇൻ്റർവ്യൂ നടക്കുന്ന വെന്യൂ എന്ന് പറയുന്നത്, സ്ഥലം എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ വെച്ചിട്ടാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് എത്തേണ്ടത്. ഇനി അടുത്തത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ തന്നെ 3ാമത്തെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വം ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കാണ്, അസിസ്റ്റൻറ്റ് ലൈൻമാൻ അതുപോലെ ഹെൽപ്പർ തസ്തികയിലേക്കാണ് താൽക്കാലിക നിയമനം നടത്തുന്നത്. ഇത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ വെച്ച് തന്നെയാണ്, വോക്കിൻ ഇൻ്റർവ്യൂ തന്നെയാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് ലൈൻമാനിൽ 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ടെക്നിക്കൽ സെക്കൻഡറി സ്കൂൾ പാസ്സായവർ അങ്ങനെയുള്ളവരാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. പിന്നെ പ്ലസ് അത് മാത്രം പോരാ, അതിൻ്റെ കൂടെ വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ഈ പറയുന്ന ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് എന്ത് വേണം, ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. 1/1/2026 കണക്കാക്കി 20നും 36നും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 129 ദിവസത്തേക്കാണ്, 730 പെർ ഡേ. നിങ്ങൾ വോക്കിൻ ഇൻ്റർവ്യൂ, അതായത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വോക്കിൻ ഇൻ്റർവ്യൂ 11/8/2026 12 PM കേട്ടോ. അതുപോലെ തന്നെ ഹെൽപ്പറിൻ്റെത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, 7ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി. ഈ പറയുന്ന NMR വർക്കേഴ്സ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഈ പറയുന്ന ഒരു 6 month ഡ്യൂറേഷനുള്ള, മിനിമം 6 month ഡ്യൂറേഷനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. അത് KSEB അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വിങ് ഓഫ് ദി സ്റ്റേറ്റ് പബ്ലിക് വർക്ക്, PWDയിലുള്ള ഇലക്ട്രിക്കൽ വിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസോ, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രിസിറ്റി സപ്ലൈ അണ്ടർടേക്കിംഗ് ആയുള്ള സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഒരു 6 മാസം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NTC വെച്ചിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ. ഇനി ഈ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് ഒന്നും യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. ആ ഒരു എക്സ്പീരിയൻസിന് പകരമായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും, 6 month എന്നുള്ളതാണ്. അപ്പം അതിലേക്ക് നമുക്ക് SC/ST കാൻഡിഡേറ്റ്സിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസ് നിർബന്ധമല്ല. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 7ാം ക്ലാസ് ട്രേഡ് സർട്ടിഫിക്കറ്റ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അത് ഇന്ന ട്രേഡ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന രീതിയിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിന് പകരമായിട്ട്. 1/1/2026 18 to 36 വയസ്സിൽ അപ്ലൈ ചെയ്യാം. 129 ദിവസമാണ് വർക്കിംഗ് ടൈം. അതുപോലെ 710 പെർ ഡേ. 11/8/2026 നമ്മൾ വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. 3 PM നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ളവർ, ഇത് ഹിന്ദുക്കളായ ഉദ്യോഗാർത്ഥികളാണ് പോകേണ്ടത്. മറ്റുള്ള മതസ്ഥരുള്ളവർക്ക് പോയിട്ട് കാര്യമില്ല. രേഖകളും ID പ്രൂഫും ഒക്കെ അതിൻ്റെ ഒറിജിനലും അതിൻ്റെ ഫോട്ടോ കോപ്പിയൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ 1 മണിക്കൂർ മുന്നേ തന്നെ അവിടെ എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത 4ാമത്തെ നോട്ടിഫിക്കേഷൻ, ഇത് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ തന്നെയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന സിവിലിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 129 ദിവസത്തേക്കാണ്. ഇതും നമ്മുടെ ഈ പറയുന്ന ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ വെച്ചിട്ട് തന്നെയാണ്. 11/8/2026 ഉച്ചയ്ക്ക് 2 മണിക്കാണ് നടക്കുന്നത് കേട്ടോ വോക്കിൻ ഇൻ്റർവ്യൂ. അപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ 4 വേക്കൻസി ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 1/1/2026 25നും 36 ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 129 ദിവസമാണ്. ഇതിൽ വേതനം മന്ത്ലി നിങ്ങൾക്ക് 44,000 രൂപയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. 44,000 എന്നുള്ളതാണ്. 11/8/2026 ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇതിൻ്റെ വോക്കിൻ സെലക്ഷൻ. നിങ്ങൾ എത്തിച്ചേരേണ്ടത് ഗുരുവായൂർ ദേവസ്വം ഓഫീസിലാണെന്നുള്ളതാണ്. അപ്പോൾ സമ്പന്നത മറ്റുള്ളവർക്ക് നിയമാശ്രമമായുള്ള ഏജ് റിലാക്സേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന, പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഫോട്ടോ കോപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. എന്തെങ്കിലും വിശദവിവരങ്ങൾക്ക് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് അന്വേഷിക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ച എല്ലാ നോട്ടിഫിക്കേഷനും നമുക്ക് വോക്കിൻ ഇൻ്റർവ്യൂ ആണ്. ഡയറക്റ്റ് നിങ്ങൾ വോക്കിൻ സെലക്ഷനിൽ പോകുക എന്നുള്ളതാണ്. അതിന് മുൻപായിട്ട് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുക, രജിസ്റ്റർ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ആ സമയത്ത് ഏതാണോ വെന്യൂ, ഡേറ്റ് നോക്കുക, അതിനനുസരിച്ച് പോകുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, മാക്സിമം നിങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.